അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 6ാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, നാളത്തെ നമ്മുടെ പരീക്ഷ താരീഖാണ്. താരീഖിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ ആൻസർ അടങ്ങിയ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. ഒന്നാമത്തത് യോജിച്ചവ ചേർക്കാം. ഇൽമുൻ നഹവിന് തുടക്കം കുറിച്ചതാരാ? അലി റളിയല്ലാഹു അൻഹു. ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മക്കളാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ. അടുത്തത് ഈജിപ്തുകാരൻ ആരാണ്? ഹിമാർ. ബിഉറു റൂമ അത് മദീനയിലാണ്. ബിഉറു റൂമ അത് മദീനയിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പത്നി ഹഫ്സ റളിയല്ലാഹു അൻഹ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മകളാണ്. ഹിജ്റ 21 നടന്ന യുദ്ധമാണ് നഹാവന്ത് യുദ്ധം. ട്രിപ്പോളി അതെവിടെയാണ്? തൊറാബലസ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മാതാവാണ് ആര്? ഹൻതമ. അപ്പോൾ ഇവിടെ ഡിസോർഡർ ആയി തന്നിട്ടുണ്ട്, നമ്മളത് ശരിയാക്കി എഴുതുകയാണ് വേണ്ടത്. പാഠങ്ങൾ കൃത്യമായി വിദ്യാർത്ഥികൾ വായിക്കണം. താരീഖാണ്, പല സ്ഥലങ്ങളും വർഷങ്ങളും ഒക്കെ ഓർമ്മയിൽ സൂക്ഷിക്കേണ്ടതുണ്ട്. അടുത്തത് പൂർത്തിയാക്കാം. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ഖുറൈശിലെ ബനു ഉമയ്യയാണ്. ബനു ഉമയ്യ മുർസലുകളിൽ ഏറ്റവും ശ്രേഷ്ഠരാണ് ഉലുൽ അസ്മുകൾ. ഖലീഫ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? പ്രതിനിധി എന്നാണ്. പ്രതിനിധി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ മാതാവാര? ഉമ്മുൽ ഖൈർ എന്ന സൽമ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് വഹയ്യ് എഴുതി വച്ചിരുന്നത് ആരാണ്? സയ്യിദ് ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു. ഇനി രണ്ടെണ്ണം വീതം എഴുതാനാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വസിയത്തുകൾ എന്തൊക്കെയാണ്? ഇവിടെ കുറെ വസിയത്തുകൾ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. എന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് മറവ് ചെയ്യണം, അതുപോലെ ഞാൻ ഉപയോഗിച്ച 2 വസ്ത്രങ്ങൾ കഴുകി അതിൽ കഫൻ ചെയ്യണം. ഇവിടെ കുറെ തന്നിട്ടുണ്ട്, ഏതെങ്കിലും രണ്ടെണ്ണം എഴുതിയാൽ മതി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന പരിഷ്കരണങ്ങൾ എന്തൊക്കെയാണ്? ഹിജ്റ കലണ്ടർ ആവിഷ്കരിച്ചു, ബൈത്തുൽ മാൽ സ്ഥാപിച്ചു, ഭരണ സൗകര്യത്തിനായി രാജ്യത്തെ പല സംസ്ഥാനങ്ങളായി വിഭജിച്ചു. ഇതൊക്കെ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പരിഷ്കാരങ്ങളാണ്. ഇനി അടുത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണ പരിഷ്കാരങ്ങൾ എന്തൊക്കെയാണ്? ജുമുഅയുടെ 1ാം ബാങ്ക് നടപ്പിലാക്കി, അതുപോലെ പോലീസ് സേന രൂപീകരിച്ചു, മുഅദ്ദിനുകൾക്ക് ബാങ്ക് വിളിക്കുന്ന ആളുകൾക്ക് വേതനം സാലറി നടപ്പിലാക്കി, നാവികസേന നിലവിൽ നടപ്പിലാക്കി, ഖുർആനിന്റെ പല കോപ്പികൾ തയ്യാറാക്കി. അപ്പൊ 2 എഴുതേണ്ടത്, ഇവിടെ എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇനി ഉത്തരം എഴുതാം. ഉമർ റളിയല്ലാഹു അൻഹുവിന് കുത്തേറ്റ ഉടനെ ചെയ്തത് എന്തായിരുന്നു? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹുവിനെ ഇമാമത്ത് ഏൽപ്പിക്കുകയായിരുന്നു. അടുത്തത് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്താണ് പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, എല്ലാ നബിമാർക്കും സ്വർഗത്തിലൊരു കൂട്ടുകാരൻ ഉണ്ടായിരിക്കും, എന്റെ കൂട്ടുകാരൻ ഉസ്മാൻ ആയിരിക്കുന്നതാണ്. ഇനിയോ അലി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച് എന്താണ് നബി തങ്ങൾ പറഞ്ഞത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഞാൻ ഹിക്മത്തിന്റെ നഗരവും അലി അതിലേക്കുള്ള കവാടവുമാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത് എന്നായിരുന്നു? ഹിജ്റ 13 ജുമാദുൽ ഉഖ്റ 22 സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വഫാത്ത്. ഇനിയോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അധികാരമേറ്റ് ആദ്യമായി ചെയ്തത് എന്താണ്? ഉസാമത്ത് ഇബ്നു സയ്യിദ് റളിയല്ലാഹു അൻഹുവിന്റെ നേതൃത്വത്തിലുള്ള സൈന്യത്തെ ഷാമിലേക്ക് അയക്കുകയായിരുന്നു. അധികാരം ആദ്യം ചെയ്തത് അതായിരുന്നു. ഇനി വ്യക്തമാക്കാം. സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കുടുംബം ആരാ? ഖുറൈശിലെ ബനു തൈം. അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലം എത്രയാ? 4 വർഷവും 50 മാസവും. ഉലുൽ അസ്മുകളുടെ പ്രധാന ഗുണം എന്താ? അവരുടെ ക്ഷമയും സഹനവും. ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ മക്കൾ എത്രയാണ്? ആൺമക്കൾ 9, പെൺമക്കൾ 5. ഇതാണ് 6ാം ക്ലാസ്സിലെ താരീഖിന്റെ ഒരു മോഡൽ ചോദ്യ പേപ്പർ. വിദ്യാർത്ഥികളൊക്കെ പാഠങ്ങൾ ആവർത്തിച്ച് വായിക്കുക, അതിലുള്ള കാര്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കുക. അല്ലാഹു എല്ലാവർക്കും വിജയം നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.